ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ഡുവൽ പവർ സപ്ലൈ എങ്ങനെ നിർമ്മിച്ചെടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് 2 കപ്പാസിറ്റർ. നിങ്ങൾക്ക് എത്ര വോൾട്ടേജ് വേണമെങ്കിലും നിർമ്മിക്കുന്ന അതിനനുസരിച്ചുള്ള വാല്യൂലുള്ള കപ്പാസിറ്ററും ഡയോഡും ഒക്കെ തിരഞ്ഞെടുക്കാം. അത് നമ്മൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി 4750 വോൾട്ടിൻ്റെ 2 കപ്പാസിറ്റർ, പിന്നെ 5 ആമ്പിയറിൻ്റെ 4 ഡയോഡുമാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ഡുവൽ പവർ സപ്ലൈ ഇതിൻ്റെ കണക്ഷൻ ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഈ ഡയോഡ്, ഞാനിപ്പോൾ ഇത് സോൾഡർ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഡയോഡിൻ്റെ ഈ ആദ്യം കണക്ട് ചെയ്യുന്ന രീതി, ആദ്യമേ ഈ വരയുള്ള ഡയോഡിൻ്റെ വരയുള്ള ഭാഗം, 2 ഡയോഡിൻ്റെ വരയുള്ള ഭാഗം കണക്ട് ചെയ്യുക. ആദ്യം 2 വരയുള്ള ഭാഗം ഡയോഡിൻ്റെ വരയുള്ള ഭാഗമുണ്ട്, അത് 2 എണ്ണം സോൾഡർ ചെയ്യുക, 2 എണ്ണം. പിന്നെ ഡയോഡിൻ്റെ വരയില്ലാത്ത 2 സൈഡുണ്ട്, ആ സൈഡും സോൾഡർ ചെയ്യുക. അന്നേരം ഈ ഭാഗം വര ഇല്ലാത്തതും ഈ ഭാഗം വരയുള്ളതും ഇപ്പം കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു വരയുള്ളതും ഒരു വരയില്ലാത്ത ഭാഗം തമ്മിൽ ഷോർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു നെഗറ്റീവും പ്ലസും ഷോർട്ടാവും, ഇവിടെ ഒരു നെഗറ്റീവും പ്ലസും ആനോടും കാതോടും ഷോർട്ടാവും, ഇവിടെ ആനോടും കാതോടും ഷോർട്ടാവും. സോൾഡർ ചെയ്യുന്നൊന്നുമില്ല, ജസ്റ്റ് കാണിച്ചു തന്നെ. അന്നേരം ഈ 2 ഭാഗം വരയുള്ള ഭാഗമാണ് ഷോർട്ടിങ്, ഈ സൈഡ് വരയില്ലാത്ത ഭാഗം 2 ഷോർട്ടിങ്, പിന്നെ ഇത് ഒരു വരയുള്ള ഭാഗവും വരയില്ലാത്ത ഭാഗം ഷോർട്ടിങ്. ഈ 2 ഒന്ന് നെഗറ്റീവും പ്ലസും വരുന്നിടത്ത് ഇവിടെ ഒരു നെഗറ്റീവും പ്ലസും ഷോർട്ടിങ്. അന്നേരം ഇവിടെ നെഗറ്റീവും ഇവിടെ പ്ലസും ആണ് വരുന്നത്. ഇവിടെ നെഗറ്റീവും ഇവിടെ പ്ലസ് പോയിൻറ്റുമാണ് വരുന്നത്. അന്നേരം നമുക്ക് ഈ കപ്പാസിറ്റർ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഈ കപ്പാസിറ്ററിൻ്റെ വരയുള്ള ഭാഗം വരയില്ലാത്ത ഈ സൈഡോട് ഷോർട്ട് ചെയ്യുക. ഇങ്ങനെ വെക്കുക. വര ഉള്ള ഭാഗം വരയില്ലാത്ത ഭാഗം അവിടെ ഷോർട്ട് ചെയ്തിട്ട്, അന്നേരം ഒരു സൈഡ്, ഈ സൈഡ് പ്ലസും ഈ സൈഡ് നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് ഭാഗം എടുത്ത് ഇവിടെ കണക്ട് ചെയ്യുക. ഈ ലെങ്ക് എടുത്ത് ഈ സൈഡും കണക്ട് ചെയ്യുക. ഈ പ്ലസ്സിൽ കപ്പാസിറ്ററിൻ്റെ ഈ വരയില്ലാത്ത ഭാഗം ഇവിടെ സെറ്റ് ചെയ്യുക. അതായത് ഈ 2 പ്ലസും മൈനസും ഷോർട്ടായ ഭാഗം നമ്മുടെ ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന 3 ലൈനുള്ള ട്രാൻസ്ഫോമർ, സെൻട്രൽ ടാപ്പുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് വരുന്ന ലൈൻ എർത്ത് ഗ്രൗണ്ട് ഇവിടെ ഷോർട്ട് ചെയ്യുക. അന്നേരം ഇത് നെഗറ്റീവ്, ഇത് പ്ലസ്, ഇത് പോസിറ്റീവായിട്ട് കണക്ക് കൂട്ടാം. അല്ല, പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് അങ്ങനെ കണക്ക് കൂട്ടാം. എൻ്റെ ഒരു അറിവിലുള്ള രീതിയാണ് പറഞ്ഞു തരുന്നത്. വേറെയുള്ള എങ്ങനെയാണ് കണക്കുന്നത് കമൻറ്റ് ചെയ്യുക. അന്നേരം നമ്മളിപ്പോൾ സോൾഡർ ചെയ്യുന്നില്ല. അന്നേരം ഇത് നെഗറ്റീവും ഇത് പ്ലസ് പോയിൻറ്റുമാണ്. എന്നിട്ട് ഈ ലൈൻ വരുന്നത് നമുക്ക് ഇവിടെ ഈ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗത്തും ഇപ്പുറ സൈഡ് പ്ലസ്സാണ് വരുന്നത്. ഈ ഭാഗം എടുത്ത് ഈ ഡയോഡിൻ്റെ 2 വര വരുന്ന ഷോർട്ടായിരുന്നിടത്തും വെക്കുക, കണക്ട് ചെയ്യുക. അന്നേരം ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ടാപ്പ് ആണെങ്കിൽ ഇവിടുന്ന് ട്രാൻസ്ഫോമറിൻ്റെ നടുക്കുന്ന് വരുന്ന വയറെടുത്ത് ഇവിടെ കണക്ട് ചെയ്യുക. പിന്നെ ബാക്കി 2 വയറെടുത്ത്, ഇപ്പം 27/0 ആണെങ്കിൽ 27 ഇവിടെയും 27 ഇവിടെയും 0 എടുത്ത് ഇവിടെ ചെയ്യുക. അന്നേരം 27 പോസിറ്റീവ് ഇവിടെ, 27 വോൾട്ട് പ്ലസ് ഇവിടെ, നെഗറ്റീവ് ഗ്രൗണ്ട് ഇവിടെയും വരും. ഓക്കെ, അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.